ഈ കാണുന്നത് ഒരു മോഷണ ദൃശ്യമാണ്. കാട്ടാക്കടയിലെ KSRTC വാണിജ്യ സമുച്ചയത്തിനുള്ളിൽ ബസ് യാത്രക്കാരൻ്റെ ലാപ്ടോപ്പ് അടങ്ങിയ ബാഗ് മോഷ്ടിക്കുന്ന ദൃശ്യങ്ങളാണിത്. 3 ദിവസം മുമ്പായിരുന്നു സംഭവം. ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ജോലി കഴിഞ്ഞു വരികയായിരുന്നു അനൂപ്. പേയാട് ബസ് ഇറങ്ങേണ്ട അനൂപ് ഉറങ്ങിപ്പോയതിനെ തുടർന്ന് കാട്ടാക്കടയിലാണ് ബസ് ഇറങ്ങിയത്. 11 മണിക്ക് ശേഷം ബസ്സില്ലാത്തത് കാരണം പുലർച്ചെയുള്ള ബസ്സിൽ പോകുന്നതിനായി ഇവിടെയുള്ള ഇരിപ്പിടത്തിലിരുന്ന് ഉറങ്ങുകയായിരുന്നു അനൂപ്. ഇതിനിടെയാണ് മോഷ്ടാവ് ലാപ്ടോപ്പും വിലപിടിപ്പുള്ള വസ്തുക്കളും അടങ്ങിയ ബാഗ് മോഷ്ടിച്ചത്. ഈ പോയ ശനിയാഴ്ച ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് തിരുവല്ലയിലാണ് ജോലി ചെയ്യുന്നത്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയില്ല. അവിടെ നിന്ന് ജോലി കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട് വന്ന് പേയാടാണ്. ആ ഭാഗത്തോട്ട് ഞാൻ വരുന്ന സമയത്ത് ബസ്സിലേക്ക് കുറച്ച് തിരക്കുകൊണ്ട് ഞാൻ അതിനകത്ത് ഇരുന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ആ ബസ്സിൽ ഉറങ്ങിപ്പോയി നേരെ കാട്ടാക്കട വന്ന് ഇറങ്ങിയപ്പോൾ 10:45 ലാസ്റ്റ് ബസ്. അപ്പോൾ ഞാൻ 11 മണിക്ക് വന്നതുകൊണ്ട് ബസ്സില്ല. ബസ് വെളുപ്പിൽ 5 മണിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ബസ് സ്റ്റാൻഡിൽ കയറി ഇരിക്കുകയും അവിടെ ഇരുന്ന് എനിക്ക് വിശപ്പുള്ളതുകൊണ്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്ന് അവിടെ ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോയി. ആ ഉറക്കത്തിനിടയിൽ എൻ്റെ ബാഗ്, എൻ്റെ ലാപ്ടോപ്പ് അടങ്ങിയ ബാഗ്, അതായത് ലാപ്ടോപ്പ്, ചാർജർ, മൊബൈൽ ചാർജർ, ടീഷർട്ട്സ്, അതായത് വില കൂടിയ എൻ്റെ എല്ലാ എക്യുപ്മെൻറ്റ്സും ആ ബാഗിനകത്തുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ മൊബൈലും പേഴ്സും ഞാൻ ആ ബാഗിനകത്ത് ഇട്ടാണ് വച്ചിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ മിസ്സാവാതിരിക്കാൻ വേണ്ടി ബാഗിനകത്ത് ഇട്ട് വെച്ചിട്ട് ഞാൻ ഇരുന്നപ്പോൾ ജസ്റ്റ് ഉറക്കം വന്ന് ഞാൻ ചെറിയ ഒന്ന് ചാഞ്ചാടി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 12:20, 12:30 ആ ഭാഗത്തെ സമയത്തിൽ എൻ്റെ ബാഗ് പെട്ടെന്ന് എവിടുന്ന് മിസ്സായതുപോലെ തോന്നുന്നു. ഞാൻ എഴിച്ചു നോക്കിയപ്പോൾ ബാഗ് മിസ്സായി. അപ്പം തന്നെ ഞാനിത് ഉടൻ തന്നെ അവിടെ ഉള്ളവരെല്ലാവരും അന്വേഷിച്ചു. പക്ഷേ അവിടെ ബാഗൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതെവിടെ പോയി എന്നുള്ളത് നോക്കിയിട്ട് അടുത്ത ദിവസം നമ്മളെ സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തപ്പോൾ പരാതി സ്റ്റേഷനിൽ പരാതിയായിട്ട് എഴുതിയപ്പോൾ അവർ വന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അവിടെ CCTV എല്ലാം നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി CCTV കാര്യങ്ങളും അവിടെ അന്വേഷിച്ചപ്പോൾ CCTVയിൽ ഈ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഒരുത്തനാണ്, ഒരു പയ്യനാണ്, ഒരു 30-32 വയസ്സായിരിക്കും. അവൻ ഓൾറെഡി എൻ്റെ ഈ കൊട്ടാരത്തിൽ തന്നെ ഞാൻ പോയി ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് വരുന്ന സമയങ്ങളിലെല്ലാം എല്ലാം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ബാഗ്, ഞാനിരിക്കുന്നത്, എങ്ങനെ പോകുന്നതെല്ലാം. ആ സമയങ്ങളിൽ ഇവൻ ഒരു കള്ളനാണെന്ന് നമുക്കറിയത്തില്ല. കാരണം അവൻ്റെ കയ്യിൽ അവൻ്റെ ഡ്രസ്സിങ്ങും എല്ലാം കണ്ടറിയാം, ചെരുപ്പില്ല, ഒന്നുമില്ല. ആ സമയം ഞാൻ അവിടെ ഇരുന്ന് ഈ ഉറങ്ങിയ സമയത്ത് 10 മിനിറ്റ് കൊണ്ട് എൻ്റെ ബാഗ്, അതായത് ബാഗ്, ലാപ്ടോപ്പാണ് എൻ്റെ മെയിൻ ജോലിയും ഭാഗമായിട്ട് ഞാനിപ്പോൾ 4 ദിവസം കൊണ്ട്, ശനിയാഴ്ച നടന്ന സംഭവം 4 ദിവസം കൊണ്ട് അതിൻ്റെ ബാക്കിൽ ഓടുകയാണ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് അതിന് FIR ഇടാൻ വേണ്ടി, മൊഴി കൊടുക്കാൻ വേണ്ടി. അപ്പം CI സാർ ഇല്ല, CI സാർ വന്ന ശേഷം മൊഴി കൊടുക്കാൻ വേണ്ടി ഇന്നലെയും ഞാൻ വന്നു. അപ്പോൾ സാറ് ഒന്നുകൂടെ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റേഷനിൽ വന്ന് മൊഴി കൊടുത്തിട്ട് എങ്ങനെ, അതായത് ഇത് ഈ സ്ഥിരം കുറ്റവാളിയാണ് ഈ പുള്ളിക്കാരനെന്ന് ഈ ഫോട്ടോയിൽ കാണുന്നവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതായത് അവിടെ ചുറ്റുവട്ടാരത്തിരിക്കുന്ന ഓട്ടോ ഡ്രൈവർ, പിന്നെ അവരെ ഈ ബൈക്കിന് പൈസ പിരിക്കുന്ന ആൾ, കടയിലുള്ളവർ, ഇവരെല്ലാം പറയുന്നുണ്ട്. അതേപോലെ അവിടെ ലോക്കലി ഡെയിലി രാത്രി കിടന്ന് ഉറങ്ങുന്നവരെല്ലാം അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇവൻ സ്ഥിരം മദ്യപിച്ചും കഞ്ചാവ് കേസിലൊക്കെ ഉള്ള അകത്ത് പ്രതിയാണ്. ഇവൻ സ്ഥിരം മദ്യപിച്ചിട്ട് ബാറിൽ നിന്ന് അവിടെ വരികയും എല്ലാ ദിവസവും അവിടെ വന്ന് കിടക്കുന്നവരെ ഉപദ്രവിക്കുകയും ഇന്നത്തെ ആ ദിവസവും അന്നും ഇതേപോലെ ഉപദ്രവം നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ആ CCTVയിൽ ഒരു വയസ്സായ ആൾ അവിടെ ഇരിക്കുമ്പോൾ ഈ പയ്യൻ വന്ന് വിരട്ടി വിടുകയും ഇവൻ വിരട്ടി വിടുന്നത് എല്ലാം അതിനകത്തുണ്ട്. അപ്പം CCTV ഫുട്ടേജ് എല്ലാ കാര്യങ്ങളും ഞാൻ നമ്മുടെ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. SI സാറിനും CI സാറിനൊക്കെ ഓൾറെഡി ഞാൻ ഇൻഫർമേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നിത്യവും അതായത് എന്നും നടക്കുന്ന സംഭവം എന്നാണ് KSRTCയിലുള്ള ജീവനക്കാർ പറയുന്നത്. അപ്പോൾ അവിടെ എനിക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ ഇരുന്ന സമയങ്ങളിൽ ആളുകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു 11:30-12 മണിയായപ്പോഴാണ് 12:30 ആയപ്പോൾ അവിടെ ആരില്ല എന്നുള്ളത് ഞാൻ ഗവനിച്ചില്ല. അപ്പം അവിടെ ഇരിക്കുന്നവരെല്ലാം അക്യൂസ്ഡും ഈ പറയുന്ന മോട്ടിക്കുന്ന വേണ്ടി മാത്രം വരുന്ന ആളുകളാണെന്നും എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത് നിത്യവും ഇന്നലെയോ മെനിഞ്ഞാന്നോ ഈ KSRTCയിലുള്ള ഇവരുടെ ഞാൻ ഇന്നലെയും പിന്നെ ചെക്ക് ചെയ്ത് വന്നപ്പോൾ അവർ പറഞ്ഞ വാക്കാണ് ഈ മെനിഞ്ഞാന്ന് രാത്രി ഒരു മോഷണം നടന്നിട്ടുണ്ട്. അതായത് മെനിഞ്ഞാന്ന് രാത്രി മോഷണം നടന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ട് പോകുന്നു. പക്ഷേ എനിക്ക് പോയ ലോസ് എന്ന് പറയുന്നത് വിലപിടിപ്പുള്ള ലാപ്ടോപ്പ്, എൻ്റെ മൊത്തം, അതായത് എൻ്റെ ഒരു പാൻറ് ഷർട്ടും എൻ്റെ ചെരുപ്പും ഇല്ലാതെ വേറെ ഒന്നുമില്ലാതെ പുള്ളിക്കാരെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞു. ബാഗിന് എല്ലാം എടുത്തുകൊണ്ട് പോയി. ഞാൻ ആൾറെഡി ആ ബാഗിൽ മൊബൈലും പേഴ്സും വയ്ക്കാൻ കാരണം കുറച്ച് സേഫ്റ്റി ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എനിക്ക് ഇതേപോലെ അനുഭവങ്ങളുണ്ട്. കുറച്ച് ലൂസ് പാൻറ്റാണ് ഞാൻ ഇട്ടിരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ദയവായി എനിക്കത് കിട്ടാനുള്ള സൗകര്യം സ്റ്റേഷനിൽ നിന്ന് കിട്ടണമെന്ന് ഞാൻ മാക്സിമം ഇന്ന് തന്നെ ഞാനിത് FIR ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് തരുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. എൻ്റെ പേര് അനൂപ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന തിരുവല്ല ഭാഗത്ത് വർക്ക് ചെയ്യുന്നത്.